ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുസാറ്റ് ഓൾറെഡി കാറ്റ് 2024 വിളിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാറാണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് മാർച്ച് 15 വരെ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ നോക്കേണ്ട സൈറ്റ് ഇതാണ്, admissions.cusat.ac.in. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ കംപ്ലീറ്റ് ആവുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഇതിലാണ് എല്ലാ അപ്ഡേറ്റ്സും വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് മെസ്സേജ് വരണമെന്നില്ല. അപ്പോൾ ചാനൽ ഈ സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇതിൽ ഹോം ടാബ് ഉണ്ട്. ഡൗൺലോഡ്സിൽ നമുക്ക് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ വർഷത്തെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ കാണാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇത് നമുക്ക് കാറ്റ് എക്സാമിന് മുമ്പ് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ ഇത് റീഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ FAQ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ലേറ്റസ്റ്റ് ന്യൂസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോ ഇതിൽ കിട്ടും. പിന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ UG, PG, അതേപോലെ MBA എക്സിക്യൂട്ടീവ്, MTech അതിനെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയമാണിത്. അതേപോലെ തന്നെ PhD, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, അതുപോലെ ഡിപ്ലോമ പ്രോഗ്രാംസ്, ഇതിനെല്ലാം അപ്ലൈ ചെയ്യേണ്ടത് അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സിലൂടെയാണ്. അതായത് UGക്കും PG ഇത്തരം കോഴ്സുകൾക്കെല്ലാം നമ്മൾ കാറ്റിൻ്റെ ഈ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ PhD അങ്ങനത്തെ ഡിപ്ലോമ പ്രോഗ്രാംസിനൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യണം. അവരായിരിക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം തരുകയും ഒക്കെ ചെയ്യാം. പിന്നെ ഡീറ്റെയിൽ കാറ്റ് എക്സാമിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ഹു സീക്ക് ടു അഡ്മിഷൻ ടു UG PG പ്രോഗ്രാം, കാറ്റിന് എന്തായാലും അപ്ലൈ ചെയ്യണം. വേറെ യാതൊരു ഇതിന് അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും എക്സാം എഴുതാനുള്ള ഈ അഡ്മിഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. ഇനി MBA ആപ്ലിക്കൻസിനാണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. MBAക്ക് ക്യാമാറ്റോ, CMAT, കാറ്റ്, IM സ്കോറൊക്കെ വെച്ചിട്ടാണ് അഡ്മിഷൻ. പക്ഷേ ക്യുസാറ്റിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്തായാലും ഇപ്പോൾ. പിന്നെ കാൻഡിഡേറ്റ്സ് വിത്തൗട്ട് വാലിഡ് സ്കോർ ഇല്ലാത്തവർക്കും രജിസ്റ്റർ ചെയ്യാം. ബട്ട് ദേ വിൽ ബി പ്രൊവൈഡഡ് ദ ഓപ്പർച്യൂണിറ്റി എൻ്റർ ദ വാലിഡ് സ്കോർ. പിന്നീട് നിങ്ങൾക്ക് സ്കോർ എൻ്റർ ചെയ്യാനുള്ള ചാൻസ് തരുന്നതായിരിക്കും. ഇനി BTech മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ അതിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും ഈ ഇതുവഴി രജിസ്റ്റർ ചെയ്യണം. പക്ഷെ അവർക്ക് സെലക്ഷൻ KM-SM ഇത് കുഞ്ഞാലിമരക്കാർ ഇതിൻ്റെ പേരാണ്. പക്ഷേ അവരുടെ അഡ്മിഷൻ ബേസ് ചെയ്തിരിക്കുന്നത് കോമൺ എൻട്രൻസ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അതിൻ്റെ റാങ്ക് വെച്ചിട്ടായിരിക്കും, അല്ലാതെ കുസാറ്റ് റാങ്ക് വെച്ചിട്ടായിരിക്കില്ല. പക്ഷെ അവരും രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ ഈ സൈറ്റ് വഴി. ഇനി MTechസിനാണെങ്കിൽ പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു വിത്ത് വാലിഡ് ഗേറ്റ് എന്നുള്ള എക്സാം ഉണ്ടല്ലോ MTech അഡ്മിഷന്, അതുള്ളവർക്കായിരിക്കും പ്രിഫറൻസ്. അതേസമയം വിത്തൗട്ട് ഗേറ്റ് സ്കോർ ആണെങ്കിൽ അതോ ഡിപ്പാർട്ട്മെൻ്റൽ അഡ്മിഷൻ ടെസ്റ്റ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന അഡ്മിഷൻ ടെസ്റ്റ് വെച്ച് കയറാൻ പറ്റും. PhD PDF ഡിപ്ലോമ പ്രോഗ്രാംസിനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ പോർട്ടൽ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. അത് ആപ്ലിക്കേഷൻ വിൽ ബി അവൈലബിൾ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ അതൊക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇത് ഡേറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. അപ്പോൾ രജിസ്ട്രേഷൻ 27 ജാനുവരിക്ക് തുടങ്ങിയതാണ്. 15 മാർച്ചാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി ഡേറ്റ് നീട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാം. പിന്നെ MBA പ്രോഗ്രാംസിനാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 30 ഏപ്രിൽ വരെ ഉണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ളത്. പിന്നെ രജിസ്ട്രേഷൻ MTech, അതേപോലെ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിന്, അതേപോലെ PhD PDF അവർക്കൊക്കെ 31 മെയ് വരെ രജിസ്റ്റർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് മെയ് 1 മുതൽ മെയ് 12 വരെ ആയിരിക്കും. എക്സാം ഉണ്ടായിരിക്കുക മെയ് 10, 11, 12 ദിവസങ്ങളിലായിരിക്കും. പിന്നെ
ഇതേപോലെയാണ് ഓരോ അപ്ഡേറ്റ്സ് വരിക. പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങളിങ്ങനെ സൈറ്റ് എടുത്ത് വരുമ്പോൾ ഇനി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും കൂടുതൽ വരിക. ഓരോ റാങ്ക് ലിസ്റ്റ് വരുന്നതും അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻ കൊടുക്കാനുള്ളതും അതെല്ലാം ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് നോക്കാൻ പറയുന്നത്. കാൻഡിഡേറ്റ് വിത്ത് OCSS. അപ്പോൾ ഇവിടെ പുതിയ പ്രോഗ്രാംസ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഓരോ പ്രോഗ്രാംസ് UG PG അതേപോലെ മറ്റ് പ്രോഗ്രാംസ് എല്ലാ പ്രോഗ്രാംസ് കുസാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇത് ഓൾറെഡി പ്ലേസ്മെൻ്റ് ഒക്കെ നടന്നതിൻ്റെയാണ്. ഇത് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പോൾ ഈ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുസാറ്റിൻ്റെ ഒരുവിധം കാര്യങ്ങളും അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ കിട്ടും. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഞാനൊരു 2020 ഒക്കെ തൊട്ട് അഡ്മിഷൻ റിലേറ്റഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരുവിധം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് മുമ്പൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഫ്യൂച്ചറിലും ഇനിയിപ്പോൾ ഇടുന്നതായിരിക്കും ഓരോ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.